താൻ നേരിട്ട ബലാത്സംഗത്തെക്കുറിച്ച് കുറിപ്പുമായി ആക്ടിവിസ്റ്റും മോഡലുമായ ജോമോൾ ജോസഫ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യവുമായാണ് ജോമോൾ കുറിപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഇതെന്റെ മാത്രം കഥയല്ല, ഓരോ ദിവസവും അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്ന നിരവധി ഭാര്യമാരുടെ കഥയാണ്. ഞാനിതെഴുതിയ ഈ രാത്രിയിലും നിരവധി ഭാര്യമാർ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ടാകാമെന്നും അവർ പറയുന്നു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നിങ്ങൾ ഒരു തവണയെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കുടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ വന്ന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വഴക്കിടുകയും കേട്ടാലറയ്ക്കുന്ന തെറികളുടെയും അകമ്പടിയോടെ തല്ലി നിലത്ത് വീഴിച്ച് ആർത്തട്ടഹസിക്കുന്ന മനുഷ്യൻ. അയാളിൽ നിന്ന് രക്ഷ തേടി റൂമിലെ കട്ടിലിലേക്ക് വേച്ചു ചെന്ന് കിടക്കുമ്പോൾ അയാൾ കുപ്പിയിൽ ബാക്കിയുള്ള മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കുകയായിരിക്കും. വേദന കൊണ്ട് പുളയുന്നതിനിടയിൽ അവശയായി ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. കുറച്ചു കഴിയുമ്പോൾ ശരീരത്തിലൂടെ അരിച്ചു കയറി വരുന്ന കൈകളും മദ്യത്തിന്റെ ചീഞ്ഞ നാറ്റവും തിരിച്ചറിയുമ്പോഴേക്കും ആ ബലിഷ്ഠമായ കൈകളിൽ നിന്ന് കുതറിമാറി രക്ഷപ്പെടാനാകാത്ത വിധം വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കും. ആ വരിഞ്ഞു മുറുക്കപ്പെട്ട അവസ്ഥയിൽ അതിവിദഗ്ധമായി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ വലിച്ചഴിക്കുകയോ വലിച്ചു പൊക്കുകയോ ചെയ്ത് അടിവസ്ത്രങ്ങൾ ഊരി വലിച്ചെറിഞ്ഞ് മുഖത്തിനടുത്തേക്ക് ആ ചീഞ്ഞ നാറ്റവുമായി ആ മുഖം അടുത്തടുത്ത് വരുമ്പോൾ വെറുപ്പിന്റെയും ഓക്കാനത്തിന്റെയും മൂർധന്യത്തിൽ ഈ ജീവിതം തന്നെ വെറുത്ത് ജനിച്ച നിമിഷത്തെയും ജന്മം തന്നവരെയും ശപിച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെ അവസാന ശ്രമവും പരാജയപ്പെട്ട് കീഴടങ്ങേണ്ടി വന്നിട്ടുള്ളവർക്കറിയാം എത്ര ഭയാനകമാകാം ആ നിമിഷങ്ങളെന്ന്. ഒടുവിൽ ശവത്തെ ഭോഗിക്കുന്നത് പോലെ കാമഭ്രാന്തനായി അയാളുടെ ലിംഗം നനവിന്റെ കണികകൾ എത്തിനോക്കാൻ പോലും അടിക്കുന്ന യോനിയിലേക്ക് കുത്തി തിരികെ കയറ്റുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ആ വേദനയുടെ തീവ്രതയൊന്നും ഒരു പ്രസവ വേദനയ്ക്കും തരാൻ കഴിയില്ല. നനവ് പടരാത്ത യോനിയുടെ മൃദുലമായ ഇരു സൈഡുകളിലും അയാളുടെ കാരിരമ്പ് വെച്ചിളക്കി കാണിക്കുന്ന അഭ്യാസങ്ങളുടെ ഫലമായുണ്ടാകുന്ന മുറിവുകളെക്കാൾ അധികം മുറിവുകൾ അവളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അയാളുടെ താണ്ഡവം തുടരുകയാകാം. അതിനിടയിൽ കാലുകൾ പിടിച്ചു പൊക്കിയും ചുണ്ടുകൾ കടിച്ചു പൊട്ടിച്ചും മുലഞ്ഞെട്ടുകൾ പിടിച്ചു ഞെരിച്ചും കടിച്ചു പറിച്ചും വേദന കൊണ്ട് കരയുമ്പോൾ വായു പിടിച്ചു പൊത്തിയും കിടന്ന് പുളിക്കുമ്പോൾ കർണത്തടിച്ചും ശ്വാസം മുട്ടുമ്പോൾ കണ്ണു തള്ളി വരുന്നതും ശ്വാസമെടുക്കാനായി പുളയുന്നത് ഓർഗാസം എന്ന് ധരിച്ച് അയാൾ കണ്ടെത്തുന്ന ആനന്ദം അതിന്റെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും ഈ നിമിഷം ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന ചിന്തയിൽ നിന്നും മനസ്സ് ബ്ലാങ്കായി മാറിയിട്ടുണ്ടാകും. മുറിവുകളുടെയും കടിയേറ്റതിന്റെയും വേദനകളുടെ ഫലമായി ശരീരത്തിൽ നിന്നും പ്രവഹിക്കുന്ന ഉഷ്ണം മാത്രമേ അവൾക്ക് ആകെ തിരിച്ചറിയാനാകൂ. അയാളുടെ ഉന്മാദം കഴിഞ്ഞ് ശുക്ലവും വിസർജിച്ചു വെച്ച് അയാൾ ആനന്ദത്തോടെയും ആത്മസംതൃപ്തിയോടെയും കാലുകൾക്കിടയിൽ നിന്ന് പൊങ്ങി മാറുമ്പോൾ അയാളുടെ സകല ബലവും ഉപയോഗിച്ച് വലിച്ചു കത്തിയ കാലുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കുന്നതിനിടയിൽ ശരീരം നുറുങ്ങുന്ന വേദനയിൽ കണ്ണിൽ നിന്നും പ്രകാശകണികൾ പറന്നു പോകുന്നതും തല കീറിപ്പൊളിയുന്ന വേദനയും പലതവണ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ അയാൾ ബാക്കിയാക്കി പോയ അയാളുടെ വിയർപ്പിന്റെയും തുപ്പലിന്റെയും രൂക്ഷഗന്ധം മൂക്കിലേക്ക് വന്നു കയറുമ്പോൾ അയാളെ കൊന്നുകളയണമെന്നല്ലാതെ വേറെന്താണ് തോന്നുക? പെണ്ണായതുകൊണ്ടും അവളുടെ കാലുകൾക്കിടയിലെ തുളയിലേക്ക് തന്നെ ലിംഗം കുത്തിക്കഴപ്പ് തീർത്തേ കഴിയൂ എന്ന വാശി കൊണ്ടും അവന് മാത്രം അവകാശപ്പെട്ട മുതലായതുകൊണ്ടും മാത്രം അവളുടെ സന്തോഷമോ അനുവാദമോ സമ്മതമോ പോലും ചോദിക്കാതെ അവളുടെ കൈകൾക്ക് വിലങ്ങുകളിട്ട് കൈകൾ അനക്കി പ്രതിരോധിക്കാനാകാത്ത സ്ഥിതിയിലെത്തിച്ച് അവളുടെ കാലുകൾ വലിച്ചു വിടർത്തി അവളുടെ കാലുകൾക്കിടയിലുള്ള തുളയെ മാത്രം സ്വന്തമാക്കുമ്പോൾ മുലകളെയും ചുണ്ടുകളെയും പിടിച്ചടക്കുമ്പോൾ അയാൾ അറിയുന്നില്ല അവളുടെ മനസ്സും ശരീരവും വേദനയിലും നീറ്റലിലും പിടയുന്നത്. അതോ അവളുടെ ആ പിടച്ചിലിൽ ഉന്മാദം കണ്ടെത്തുകയായിരുന്നു. അവളുടെ ചത്ത മനസ്സിനൊപ്പം അവളുടെ ശരീരത്തെയും പിച്ചു ചീന്തി കൊന്നുകൊണ്ട് തന്നെയാണ് ഓരോ ബലാത്സംഗങ്ങളും നടത്തി അവൻ വിജയായി എണീറ്റു പോകുന്നത്. നെഞ്ചിൽ തള്ളി നിൽക്കുന്ന രണ്ട് മൃദുമാംസ തുണ്ടുകളും കടിച്ചു പൊട്ടിക്കാനായി രണ്ട് ചുണ്ടുകളും കാലുകൾക്കിടയിൽ ഒരു തുളി മാത്രമാണോ താനെന്ന ചിന്ത അവളെ ഇന്നും വേട്ടയാടുകയാണ്. ഇതെന്റെ മാത്രം കഥയല്ല, ഓരോ ദിവസവും അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്ന നിരവധി ഭാര്യമാരുടെ കഥയാണ്. ഞാൻ എഴുതിയ ഈ രാത്രിയിലും നിരവധി ഭാര്യമാർ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ടാകാം എന്ന് പലതവണ ബലാത്സംഗത്തിന് വിധേയാകേണ്ടി വന്ന ഞാൻ. ഇങ്ങനെയായിരുന്നു ജോമോൾ ജോസഫിന്റെ കുറിപ്പ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.